Wayanad is picturesque and hilly, loved by tourists and trekking enthusiasts. It was tamed by hundreds and thousands of farmers who settled from central part of Kerala during the last century. With tea, coffee and spices in plenty, the sizable part of migration started in 1928, with Christians forming most part of it. Today, the place stands devastated after continuous torrential monsoon rains battered the region before twin landslides struck, killing more than 400 people and displacing more than 9,000. ടാഗുകളോ അല്ലെങ്കിൽ ഒരു മുതലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ ഞങ്ങൾ ഇറങ്ങി ഓടിയത്. ഇട്ട ഡ്രസ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടി വീണ്ടും വാർത്തകൾ കേട്ടപ്പോഴാണ് ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങൾ അനാഥരായി നിൽക്കുകയാണ്. എൻ്റെ സഹോദരി എൻ്റെ മകളും വെള്ളത്തിൽ കൂടെ പോയി. ഇന്നും കിട്ടിയിട്ടില്ല അവരെ. But the final death toll is certain to be higher, with rescuers reporting the gruesome discovery of more than 100 body parts in floodwaters or buried in the muddy earth. But as time passes, hopes of getting the missing relatives back is slim. The body പെട്ടെന്നാണ് വരിക. പെട്ടെന്ന് വരുന്ന സമയത്ത് മുൻകൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇന്നലെ രാത്രി വെയിറ്റ് വരില്ല, ബോഡി വരില്ല എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് വീണ്ടും എന്ത് ചെയ്തു 6-7 ബോഡി വന്നത്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അതിനെ കുളിപ്പിച്ച് വേണ്ട പരിചരണമൊക്കെ നടത്തി മറമാടാൻ വേണ്ടിയിട്ടാണ് കുളിപ്പിച്ചത്. വളരെ വളരെ പ്രയാസമാണ്, കിട്ടാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ ഉള്ളവരെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ലാത്തവരെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഇനിയുള്ളത്. അത് മാത്രമല്ല അഴുകി പോവുകയും ചെയ്യും. Wayanad is famed for the tea estates that crisscross its hilly countryside and which rely on a large pool of labourers for planting and harvest. These labourers had no clue about the impending disaster that struck early morning. At least 22.5 inches of rain fell in Wayanad in the 2 days before the landslides. Damming, deforestation and development projects in India have also exacerbated the human toll. ഒരു 5 പേര് അവിടെ അത്യാവശ്യ വിഭാഗത്തിലോട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇത് കിട്ടിയിട്ട് നമ്മൾ ജീവനത്തോടെ ഇങ്ങനെ ഈ കുടുങ്ങി കിടക്കുന്നവരെ കിട്ടിയിട്ട് ആകെ പ്രശ്നത്തിലായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടി ആകെ ഇങ്ങനെ വിണ്ട് കീറിയ സ്ഥിതിയിലൊക്കെ മൂക്കിൻ്റെ കിടക്കനെ കാണുമായിരുന്നു. അങ്ങനത്തെ ആൾക്കാരുണ്ട്. പല ആൾക്കാരും ഞങ്ങൾ വിളിച്ച് ശ്രമിച്ച് പറഞ്ഞ് ഇവരെ രക്ഷിക്കുമെന്ന് പറയാമെന്നല്ല, ഞങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഒരു വൈകുന്നേരം 3:30-4 മണിയായപ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് അവരെ കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങളിവിടെ രക്ഷപ്പെടുത്തിയത് ഇവിടെത്തിയത്. Extensive search and rescue operations are ongoing in the region, but the worst fear that the survivors have is the difficulty in identifying their relatives. തന്നെ അത് തിരിച്ചറിയാനുള്ളൊരിതില്ല. സ്വന്തം ചോരൻ്റെ മുഖം പോലും തിരിച്ചറിയാൻ പറ്റാതെ ഞാൻ മേപ്പാടി പഞ്ചായത്ത് ആസ്പത്രിയിൽ നിന്ന് വന്നത്. ഞാനിങ്ങനെ പോയി നോക്കുന്നുണ്ട്, ഏതാണെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. പക്ഷെ കിട്ടിയിട്ടില്ല എന്ന് എൻ്റെ സഹോദരങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇതിലുണ്ടാവും, ഇതായിരിക്കും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. ലാസ്റ്റ് എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം ഈ ശരീരങ്ങളൊക്കെ കാണുമ്പോൾ മുഖമൊക്കെ ചതഞ്ഞരഞ്ഞ് കണ്ണൊക്കെ തുറിച്ച് എന്തോ ഒരു അവസ്ഥയിൽ എനിക്ക് ബോധക്ഷയം വരുന്ന പോലെയായി. കാര്യം എന്തായാലും ഇടപെടണം. പ്രധാനമന്ത്രി എന്തായാലും ഞങ്ങളെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളെ കാര്യത്തിനൊരു തീരുമാനം എടുത്ത് തന്നതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ. കാരണം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെന്ന് കയറാൻ വേറെ ഇടമല്ല. Uprooted trees and rocks were strewn about one abandoned village in front of overturned vehicles and partially collapsed homes. As days pass, many relatives have lost the hope of seeing their loved ones alive or even finding their body. ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് വിശ്വാസം ആദ്യത്തെ ദിവസങ്ങളിലുണ്ടായി. പക്ഷെ ഇത്രയും ദിവസമായിട്ട് ഒരു അറിവും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ പ്രതീക്ഷ കൈവിടുകയാണ് ചെയ്യുന്നത്. പ്രതീക്ഷ വിട്ടുപോയി. ഇനിയില്ല, ഇനി പ്രതീക്ഷിക്കേണ്ട എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത്. The disaster also exhibited the unity that Keralites have always displayed in the face of hardships.
The Kairala Catholic Bishops' Council is among hundreds of individuals and organizations that announced its plan to construct houses in the region for the needy. But those who migrated here 100 years back may now be considering a return.